എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഇനിയിപ്പം സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ എളുപ്പത്തിന് രാവിലെ സമയമില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിലും എളുപ്പത്തിന് ഉണ്ടാക്കി കൊണ്ടുപോകാം. അപ്പം പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഒരു 5 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ അലുമിനിയത്തിൻ്റെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ സവോളയാണ്, ഒരു മീഡിയം സൈസ് സവോള ആയിക്കോട്ടെ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒരുപാട് വഴന്ന കളർ മാറി വരേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ ഉപ്പ് കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു കിട്ടിക്കോളുമല്ലോ. എന്നിട്ട് ഇനി വഴറ്റി കൊടുക്കാവേ. തക്കാളി നല്ലപോലെ ഉടഞ്ഞു തുടങ്ങുമ്പം വേറെ കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഒരു 6-7 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പച്ചക്കറികൾ ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പച്ചക്കറികൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ട് കിട്ടും. ഈ ബീൻസിനും ക്യാരറ്റിനും ഒരു ഇത്തിരി വേവുള്ളതല്ലേ, അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി ഇച്ചിരി വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇത് നഗക്കിനൊന്നും വെള്ളം ഒഴിക്കരുത്, ഒരു ഇച്ചിരിയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഈ മൂടി വെക്കണ നേരത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേന് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഈ പച്ചക്കറികളിൽ പിടിച്ച് വന്നോട്ടെ. അങ്ങനെ 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഈ പച്ചക്കറികളുടെ മസാലയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ഈ പാത്രത്തിൻ്റെ സൈഡിലേക്കൊന്ന് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് നടുഭാഗത്ത് കുറച്ച് എംപ്റ്റി സ്പേസ് ഉണ്ടാക്കണം. എന്നിട്ട് ആ നടുഭാഗത്തേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മൂടി വെക്കണം കേട്ടോ. 2 മിനിറ്റിന് ശേഷം മുട്ടയൊന്ന് ആ അടിഭാഗം ഉണ്ടല്ലോ ഒന്ന് ഉറച്ച് തുടങ്ങിയിട്ടുണ്ട്, വെന്ത് വരുന്നുണ്ട്, ചൂടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആദ്യമേ മുട്ട അങ്ങ് ഇളക്കണം. അത് കഴിഞ്ഞിട്ടേ പച്ചക്കറി കൂട്ടി ഇളക്കാൻ പാടുള്ളൂ. മുട്ടയുടെ വെള്ളയും ഉണ്ണിയും ഒക്കെയും കൂടി ഒന്ന് മിക്സായി വരട്ടെ ആദ്യമേ. എന്നിട്ട് പച്ചക്കറി കൂട്ടി ഇളക്കാം. ഈ ഇളക്കണതിൻ്റെ ഇടയ്ക്ക് മുട്ടയുടെ കട്ട പിടിച്ച് കിടക്കുന്ന ഭാഗം വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇളക്കുമ്പം ഈ മുട്ടയൊക്കെ ചിക്കി പൊരിക്കത്തില്ലേ, അപ്പോൾ അതുപോലെ ആകരുത്. ഈ മുട്ടയൊന്ന് ഈ മസാലയുടെയൊക്കെ കൂട്ടത്തിലൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഒരു നനവുള്ള ഒരു മുട്ടയില്ല, ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചോറിൻ്റെ ബാക്കി വന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് വേറെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറുവ അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് അരിയുടെ ചോറാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇച്ചിരി ഞാൻ തുടക്കത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം കുറച്ചുകൂടെ ഒരു ടീസ്പൂണും കൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാവേ. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ചോറ് എടുക്കുമ്പോഴുണ്ടല്ലോ, ഈ ചോറ് കുഴഞ്ഞു പോയതൊന്നും ആകരുത് കേട്ടോ. നല്ല മണിമണി പോലെ കിടക്കുന്ന ചോറ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് ഇളക്കുമ്പോഴുണ്ടല്ലോ അപ്പടി കുഴഞ്ഞു പോകും, ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ. ചിലർക്കൊന്നും മല്ലിയിലയുടെ രുചി ഇഷ്ടപ്പെടത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ താല്പര്യം ഇല്ലാത്തവരൊന്നും ചേർക്കണ്ട. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഉപ്പ് തീരെ കുറവായിരുന്നേ.
അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ അവസാനം ഉപ്പ് ചേർത്തുകൊണ്ടേ ഇത് നല്ലപോലെ ഇളക്കിയാലല്ലേ എല്ലാ സൈഡിലും എത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നാൽ കുഴഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അത് കുഴയാത്ത നല്ല മണിമണി പോലെ കിടക്കുന്ന ചോറൊക്കെ ആണെങ്കിൽ അങ്ങനെ കുഴഞ്ഞു പോകത്തൊന്നുമില്ല. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യാനായി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഓഫീസിലോ സ്കൂളിലോ ഒക്കെ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടല്ലോ, നല്ല ടേസ്റ്റും ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ സമയം ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ മടിയുള്ളപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ബാക്കി പച്ചക്കറികളൊന്നും ഇട്ടില്ല, അതുപോലെ തക്കാളിയും ബാക്കി പച്ചക്കറികളൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സവോള മാത്രം വഴറ്റിയെടുത്താലും മതി. അങ്ങനെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.